ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പശുവിൻ്റെ കറവയൊക്കെ കഴിഞ്ഞു, പെരക്കാത്തോട്ട് കയറി. അപ്പോൾ കയറി വന്നപ്പോൾ നമ്മുടെ അടുത്ത ഡ്യൂട്ടി നമ്മുടെ മക്കളുടെ കേട്ടോ, കാട്ടി തരാം. അടുത്ത ഇഷ്ടമക്കളല്ല, അടുത്ത ഡ്യൂട്ടി മക്കളുടെ ആയിരുന്നു. നോക്കിയേ, രണ്ടുപേരും കൂടി പാലെടുക്കുക കേട്ടോ അവിടെ. ഹലോ കുഞ്ച, ഗുഡ് മോർണിംഗ്. പാലിൻ്റെ കറക്റ്റ് അളവ് നോക്കി ഒഴിക്കുക കേട്ടോ കുട്ടി. കാലിന് ഗ്ലാസ് എടുത്ത് ഒഴിക്കാനുള്ള മടിയും കൊണ്ടാ അല്ലേ? ഓ അതെ, കുടിക്കുകയാണോ വെള്ളം അതോ പാലാണോ? അങ്ങനെ പെങ്ങളും കൂടി തർക്കത്തിലാട്ടോ. അങ്ങനെ പശുവിനെ കെട്ടലൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛനും മോളും ഇരിക്കണം കേട്ടോ കാണുന്നത്. റെസ്റ്റ് എടുക്കുകയാണ്. എവിടെ മയിൽ വന്നു തോന്നിട്ട് പോയാ? ബഗീറിനും പശുവിനെ കെട്ടാൻ വന്നോ? പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ ഗൈസ്. അപ്പോൾ ഈ അടുക്കളയിൽ നമ്മൾ പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ഭംഗിയൊന്നും ആവില്ല കേട്ടോ. വൃത്തിയായിട്ട് തന്നെ കിടന്നോളും. അത്യാവശ്യം ഇവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. തുറക്കാനുള്ള ബക്കറ്റ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് ബാക്കിലോട്ട് കൊണ്ടുപോയില്ല. ബാക്കി ഇവിടെ എല്ലാം ക്ലീനായിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചെറിയ അടുക്കളയിലുള്ള പണികളാണ് ഇനിയുള്ളത്. അപ്പോൾ അടുക്കളയിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കണം. കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ കിടക്കണതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ട് നമ്മൾ പണി തുടങ്ങാൻ പോവാണ് ഗൈസ്. തൊഴുത്തൊക്കെ പിന്നെ പശുക്കൾ പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിടും കേട്ടോ. പിന്നെ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട് പണികൾ. കുറേ ദിവസങ്ങളായിട്ടോ ഞാൻ കടച്ചക്ക അന്വേഷിച്ച് നടക്കണത്. കടകളിലൊന്നും കടച്ചക്ക കാണുന്നുണ്ടായില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെ കടച്ചക്കയുള്ള കറികളൊക്കെ. കടച്ചക്കയിട്ട് മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മൾ വറുത്തരച്ചിട്ടുള്ള കറികളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് കറിയും ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പുട്ടും പരിപ്പ് കറിയും കഴിക്കാൻ പോകാം കേട്ടോ ഗൈസ്. നമുക്ക് കഴിക്കാം.